Hello everyone, welcome to my YouTube channel Anju Anu Hub. നമ്മൾ ഈ ഒരു പാർട്ടിൽ +1 എക്കണോമിക്സിൻ്റെ ചാപ്റ്റർ 1 നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ സെക്കൻഡ് പാർട്ടിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് എ സ്മോൾ ചാപ്റ്റർ ആസ് ഐ ഓൾറെഡി മെൻഷൻഡ്. ബട്ട് ഇതിൽ കുറച്ച് നമുക്ക് ബേസിക്കായിട്ട് ഇക്കണോമിക്സിനെ കുറിച്ച് അറിയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് അവിടെ ഉണ്ടായിരുന്ന അഗ്രികൾച്ചറലിസ്റ്റ് അതുപോലെ തന്നെ ഫാമേഴ്സൊക്കെ ഫേസ് ചെയ്ത ട്രോമാസ് ആൻഡ് ആ സമയത്തുള്ള കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇൻ ദിസ് വീഡിയോ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ സെക്ടർ, എന്താണ് ഇൻഡസ്ട്രിയൽ സെക്ടർ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ സംഭവിച്ച ഇമ്പാക്റ്റ് എന്തായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ് എങ്ങനെയായിരുന്നു ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത് ആൻഡ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫോറിൻ ട്രേഡ്. സോ ബിഫോർ ഗെറ്റിംഗ് ഡീപ്പ് ഇൻ വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ സെക്ടർ, അറിയാം ദിസ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നുള്ള ടേം ഇറ്റ്സ് വെരി കോമൺ ആൻഡ് യു ഓൾ ആർ പ്രിറ്റി ഫെമിലിയർ വിത്ത് ദ സെയിം, റൈറ്റ്? സോ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെക്ടർ വിച്ച് കംപ്രൈസസ് ഓഫ് മെനി ഇൻഡസ്ട്രീസ് ഓർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ആൻഡ് ദേ ആർ എൻഗേജ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് ഓർ മാനുഫാക്ചറിങ് ഗുഡ്സ് ആൻഡ് ദേ ആർ manufacturing or producing all these goods with the help of capital goods like machinery, equipments, loose tools, etc. So industrial sector എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. ആ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് അവർ എന്തിലാണ് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദേ ആർ എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ്. ആൻഡ് എങ്ങനെയാണ് അവർ പ്രൊഡക്ഷനും മാനുഫാക്ചറിങ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ്. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടർ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഓൺ ഇൻഡസ്ട്രിയൽ സെക്ടർ. സോ ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് ഇന്ത്യ എന്തായിരുന്നു? ഇറ്റ് വാസ് ജസ്റ്റ് എ മാർക്കറ്റ് ഫോർ ദ പ്രോഡക്ട്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്രിട്ടീഷ്. അതായത് ബ്രിട്ടീഷേഴ്സ് മാനുഫാക്ചർ ചെയ്ത ഗുഡ്സ് സെയിൽ ഔട്ട് ചെയ്യാനുള്ള ഒരു മാർക്കറ്റ് മാത്രമായിട്ടാണ് ഇന്ത്യനെ അവർ ട്രാൻസ്ഫോം ചെയ്തത്. ആൻഡ് ഈ ഒരു കാര്യം നമ്മളുടെ എക്കണോമിയുടെ സ്ലോ ഗ്രോത്ത്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഒരു സ്ലോ ഗ്രോത്ത് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ലേറ്റർ പാർട്ട് ഓഫ് 19th സെഞ്ച്വറി ആകുമ്പോഴേക്കും കോട്ടൺ ആൻഡ് ജൂട്ട് വാസ് ദ മേജർ ഇൻഡസ്ട്രീസ് വിച്ച് വാസ് ഫ്ലറിഷിങ് ഇൻ അവർ കൺട്രി. പിന്നീട് വന്ന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അയൺ ഇൻഡസ്ട്രി, സ്റ്റീൽ ഇൻഡസ്ട്രി, ഫെർട്ടിലൈസർ, റയോൺ, റബ്ബർ ഓൾസോ ഗോട്ട് സ്ലോലി ഡെവലപ്ഡ്. ആ ഒരു സമയത്തായിരുന്നു ഇന്ത്യൻ മെർച്ചൻസ് കുറേ കോട്ടൺ മിൽസൊക്കെ ബിൽഡ് ചെയ്തത്. അത് മോസ്റ്റ് പ്രോബബ്ലി കാണാൻ പറ്റിയത് മഹാരാഷ്ട്ര, ഗുജറാത്ത് അങ്ങനത്തെ സ്ഥലങ്ങളിലായിരുന്നു. പിന്നെ ജൂട്ടിൻ്റെ ഇൻഡസ്ട്രീസ് ബ്രിട്ടീഷ് ബിസിനസ് മെൻ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്നത് ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ബംഗാൾ. ദെൻ ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്തത് ഒരു ഏർലീസ് ഓഫ് ദ 20th സെഞ്ച്വറീൻ്റെ ബിഗിനിങ്ങിലൊക്കെയാണ് നമുക്ക് അയൺ അതുപോലെ തന്നെ സ്റ്റീൽ ഇൻഡസ്ട്രീസിലൊക്കെ ഒരു ഗ്രോത്ത് കാണാൻ പറ്റി എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ ഇതിൽ കുറച്ച് പോയിൻറ്റ്സ് ഒന്ന് ഈസി ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ ഇമ്പാക്റ്റ് ഒക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്കതിനെ സിമ്പിളായിട്ട് ഡീൽ ഔട്ട് ചെയ്യാനാണ്. ഓക്കെ, സോ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, ഇത് കുറേയൊക്കെ നമുക്ക് ജനറലായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. കൂടുതലും ഇൻഡിഗോ, കോട്ടൺ, ജൂട്ട് ഇൻഡസ്ട്രീസൊക്കെ ആയിരുന്നു ഫ്ലറിഷിംഗ് ആയിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഇൻഡിഗോ ഒരു വലിയ ഒരു പങ്ക് തന്നെ എന്തിനുണ്ട്? ഇൻഡിഗോ ഇൻഡസ്ട്രീസിനുണ്ട്. ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് റെവല്യൂഷൻ ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഓഫ് അവർ എക്കണോമി. ഇതൊക്കെയാണ് ബ്രിട്ടീഷ് റൂൾ സമയത്ത് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലുണ്ടായ ഇമ്പാക്റ്റ്. നൗ വി ആർ ഗോയിങ് ടു meet a famous personality, Mr. Jamshedji Tata. Jamshedji Tata എന്ന് പറയുന്ന ആളായിരുന്നു. He was known as the pioneer of Indian industrialization. അതായത് ഇന്ത്യൻ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലീഡ് ചെയ്ത ഒരു മാനാണ് ജംഷെദ്ജി ടാറ്റ. ഹി വാസ് എ ഫേമസ് ഇൻഡസ്ട്രിയലിസ്റ്റ്. ഓക്കെ, ആൻഡ് ഹി എസ്റ്റാബ്ലിഷ്ഡ് ടിസ്കോ അറ്റ് ജംഷഡ്പൂർ.
യു ഹേർഡ് ഓഫ് ടിസ്കോ? യെസ്, ടിസ്കോ എന്ന് പറയുന്നത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. സോ ആ ഒരു അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ വലിയൊരു ഹ്യൂജ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന ആളാണ് ജംഷഡ്ജി ടാറ്റ. ആൻഡ് ടിസ്കോ actually played a very important role in industrial development of India. ആക്ച്വലി ഈ സെക്കൻഡ് വേൾഡ് വാറിനൊക്കെ ശേഷമാണ് ഇൻഡസ്ട്രീസ് കുറേ കൂടി ഡെവലപ്പ് ചെയ്ത് വന്ന് എന്നുള്ളത് വേണം പറയാൻ. ഇവിടെ ഞാൻ ജംഷഡ്ജി ടാറ്റയുടെ പിക്ചർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ജംഷഡ്ജി ടാറ്റ ഇത്രയും വലിയൊരു റെവല്യൂഷൻ കൊണ്ടുവന്ന ശേഷമാണ് പിന്നെ മേജറായിട്ടുള്ള ഇൻഡസ്ട്രീസൊക്കെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ആ മേജറായിട്ടുള്ള ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സിമെൻറ്റ്, ഷുഗർ, പേപ്പർ എക്സെട്ര. ഇതൊക്കെ പറയുകയാണെങ്കിലും ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ മൈനറായിരുന്നു. അതെന്താണ് ഇത്ര കുറഞ്ഞതെന്ന് വെച്ചാൽ because Britishers didn't give any importance for promoting the production of these machineries and tools. So their aim was just to make us a land in which they can market all their products. So അവരുടെ ഇൻറ്റൻഷൻ ഒരിക്കലും ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നില്ല, ജസ്റ്റ് റോ മെറ്റീരിയൽ സപ്ലയർ ആക്കി മാറ്റുക എന്നുള്ളതായതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മാനുഫാക്ചറിങ്ങും പ്രൊഡക്ഷനും ഒന്നും ഇന്ത്യയിൽ അത്ര കാര്യമായിട്ട് നടന്നിട്ടില്ല. ഇറ്റ് മീൻസ് ദേ വർ വെരി മൈനർ ഡെവലപ്മെൻറ്റ്സ് ടേക്കിംഗ് പ്ലേസ്. ഓക്കെ, നൗ വി ആർ മൂവിങ് ഇൻ ടു ഫോറിൻ ട്രേഡ്. എന്താണ് ഫോറിൻ ട്രേഡ്? എല്ലാവർക്കും അറിയാമല്ലേ, ട്രേഡ് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് കൺട്രീസിനെയാണ് നമ്മൾ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. ഇവിടെ ഗുഡ്സ് ആയിരിക്കാം, സർവീസസ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ടു കൺട്രീസിൻ്റെ ഇൻ ബിറ്റ്വീനിൽ എക്സ്ചേഞ്ച് വരികയാണെങ്കിൽ, ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി വരികയാണെങ്കിൽ വി വിൽ കോൾ ഇറ്റ് എ ഫോറിൻ ട്രേഡ്. അപ്പോൾ ബ്രിട്ടീഷേഴ്സിൻ്റെ സമയത്ത് അവർ കുറേ പോളിസീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് കോമൺലി കോൾഡ് ആസ് FTPs. FTPs means foreign trade policies. The foreign trade policies which was developed by British affected the growth. ഇന്ത്യ ഒരു മേജർ ആയിട്ടുള്ളൊരു എക്സ്പോർട്ടർ ആയിരുന്നു വേൾഡിൽ തന്നെ. പിന്നെ ഇങ്ങനെ ബ്രിട്ടീഷേഴ്സ് വന്ന് നമ്മളെ കോൺക്വർ ചെയ്ത ശേഷം ഇന്ത്യ ബിക്കെയിം എ എക്സ്പോർട്ടർ ഓഫ് ഓൺലി റോ മെറ്റീരിയൽസ് ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സൊക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനും, ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ മേജറായിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ എക്സ്പോർട്ട് ചെയ്ത ആൾക്കാരായിരുന്നു. പക്ഷേ ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം, അവരുടെ ട്രേഡ് പോളിസീസ് കാരണം നമ്മളുടെ എക്സ്പോർട്ട്സ് റോ മെറ്റീരിയൽസിലോട്ട് ഒതുങ്ങി എന്നുള്ളത് വേണം പറയാൻ. അതായത് ജസ്റ്റ് റോ മെറ്റീരിയൽസ് മാത്രമേ ഇവിടെ എക്സ്പോർട്ട് ചെയ്തുള്ളൂ. പിന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തത് കോട്ടൺ, സിൽക്ക്, വൂൾ, ഷുഗർ കെയിൻ, ഇൻഡിഗോ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ ആയിരുന്നു. ആൻഡ് വി ഇമ്പോർട്ടഡ് ക്ലോത്ത്സ് ആൻഡ് ലൈറ്റ് മെഷീനറി മാനുഫാക്ചേർഡ് ഇൻ ബ്രിട്ടൻ. ആ ടൈമിൽ ബ്രിട്ടീഷേഴ്സ് വാസ് ഹാവിങ് എ കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദ ഇന്ത്യൻ ട്രേഡ് സിസ്റ്റം കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തത് ബ്രിട്ടീഷേഴ്സും അവരുടെ റൂളേഴ്സും ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദെയർ കൺട്രി ആൻഡ് ദെയർ മെൻ. നമ്മൾ ഇത്രയും ട്രേഡ് ചെയ്യുന്നതിൽ മെജോറിറ്റി ഓഫ് ദ ട്രേഡ് വാസ് വിത്ത് ബ്രിട്ടൻ ഓൺലി. കാരണം ഓഫ് കോഴ്സ് അവരാണ് പോളിസീസ് ഡെവലപ്പ് ചെയ്തത്. ഓഫ് കോഴ്സ് അവർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടി മാത്രമായിരിക്കും അല്ലേ. സോ മേജർ ആയിട്ടുള്ള ട്രേഡ് ട്രാൻസാക്ഷൻസ് നടന്നത് വാസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബ്രിട്ടൻ. നമ്മൾ മിസലേനിയസ് ആയിട്ട് ട്രേഡ് നടത്തിയ കൺട്രീസ് എന്ന് പറയുന്നത് ചൈന, അതുപോലെ തന്നെ പാർട്ട് ഓഫ് ശ്രീലങ്ക ആൻഡ് പേർഷ്യ, അവിടെയൊക്കെ ആയിരുന്നു നമുക്ക് പിന്നെ ട്രേഡ് കണക്ഷൻസ് ഉണ്ടായിരുന്നത്. സ്വിസ് കനാൽ ഓപ്പൺ ചെയ്തതോടെ തന്നെ ബ്രിട്ടീഷേഴ്സിന് ഒന്നും കൂടെ കൂടുതലായിട്ട് ഇന്ത്യയുടെ ട്രേഡ് സിസ്റ്റത്തിനെ ഒന്നും കൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് ആ സ്വിസ് കനാലിൻ്റെ ഓപ്പണിംഗ് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു ബ്രീഫായിട്ടുള്ള പോയിന്റിൽ പറയാനുള്ളത്. സോ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കംപ്ലീറ്റ് ട്രേഡ് സിസ്റ്റം വാസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ബ്രിട്ടീഷേഴ്സ്. ആൻഡ് ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നുള്ള സിറ്റുവേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഡ്രെയിൻ ഓഫ് വെൽത്ത് നമുക്കിനി ഡീൽ ചെയ്യാനുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എനിവേ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. And now we are moving into special features of foreign trade during colonial rule. അതായത് ബ്രിട്ടീഷേഴ്സ് നമ്മളെ റൂൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോറിൻ ട്രേഡിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു
എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. കോഴ്സ് ട്രേഡ് വോള്യൂം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടാക്കാൻ പറ്റി. അതായത് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷവും ബാക്കി നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പോർട്ട്സിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. ബട്ട് ഈ ബെനിഫിറ്റൊക്കെ ഇന്ത്യൻസിന് ശരിക്കും ബെനിഫിറ്റ് ആയിരുന്നോ? അല്ല അല്ലേ. നമ്മൾ നേരത്തെയും അഗ്രികൾച്ചർ സെക്ടർ ഡീൽ ചെയ്തപ്പോഴും പറഞ്ഞതാണ്, എന്ത് സർപ്ലസ് ഉണ്ടെങ്കിലും ദാറ്റ് വാസ് നോട്ട് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ ഇന്ത്യ, ദാറ്റ് വാസ് സോൾലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ബ്രിട്ടീഷേഴ്സ്. അതായത് അവരെന്തെങ്കിലും പോളിസീസ് കൊണ്ടുവരുന്നത് ഓഫ് കോഴ്സ് അവരുടെ കൺട്രിമെൻറ്റിൻ്റെ ബെനിഫിഷ്യൽസിന് വേണ്ടിയിട്ടായിരിക്കും. സോ നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നോ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും സർപ്ലസ് ഉണ്ടാക്കിയിട്ടും നമ്മളുടെ എക്കണോമിക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഒരു കാര്യം നടന്നില്ല എന്നുള്ളത് കാര്യം. ആൻഡ് ഇതൊന്നും കൂടാതെ എസെൻഷ്യൽ ഗുഡ്സ് വരെ നമ്മൾ കിട്ടാതെ ഷോർട്ടേജ് ആയിട്ടുള്ള ടേർമോയിൽ സിറ്റുവേഷനിലേക്ക് പോയി എന്നുള്ള കാര്യമാണ്. ആൻഡ് ഇവിടെ ഫുഡ്, ക്ലോത്ത്സ്, അതുപോലെ തന്നെ കെറോസിൻ, ഇതൊക്കെ വളരെ സ്കാർസിറ്റി നമ്മൾ അനുഭവിക്കാൻ വേണ്ടി വന്നു എന്നുള്ളതാണ് ആ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ ഈവ് ഓഫ് എക്കണോമിയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ. ഓഫ് കോഴ്സ് ഇന്ത്യ ഒരു നല്ല എക്സ്പോർട്ടറാണ്, നല്ല എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ട്, ബട്ട് ബെനിഫിറ്റ് ഇല്ല. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുഡ്സിനൊക്കെ വളരെയധികം സ്കാർസിറ്റി നേരിടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ദാറ്റ് ഓഫ് കോഴ്സ് മീൻസ് ദ എൻറ്റയർ ഇന്ത്യൻസ് വർ സഫറിങ്. നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് എക്സ്പോർട്ട് സർപ്ലസ് ഒക്കെ ഉണ്ടെന്ന്. ബട്ട് ഈ എക്സ്പോർട്ട് സർപ്ലസ് എന്തിനാണ് അവർ യൂസ് ചെയ്തതെന്നറിയോ? ഇറ്റ് വാസ് യൂസ്ഡ് കംപ്ലീറ്റ്ലി എന്തിനായിരുന്നു? ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ബ്രിട്ടീഷ് മെൻ ഇറ്റ് സെൽഫ്. അവരുടെ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാനാണ് ഈ ട്രേഡ് സർപ്ലസ് ഉപയോഗിച്ചത്. അല്ലാതെ ഇന്ത്യൻസിന് വേണ്ടി ഒരു ഡെവലപ്മെൻറ്റ്സോ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയോ ഒന്നും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. ആൻഡ് ദീസ് ഓൾ ലെഡ് ടു ഡ്രെയിൻ ഓഫ് വെൽത്ത്. ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കംപ്ലീറ്റ് ബ്രിട്ടീഷുകാരിങ്ങോട്ട് ഒഴുകിപ്പോയി എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് ഇവിടെ ഒന്നും ബാക്കിയില്ല, എല്ലാം അങ്ങോട്ട് ഒഴുകിപ്പോയി എന്നുള്ളതാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക്. താങ്ക് യു.